ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഞാനും ഗിരിജയും കൂടി ഉണ്ടാക്കിയതാ. വെറുതെ നുണ പറയുന്നതാ മോനെ. ഈ ചോറും കറികളും മുഴുവൻ ദുർഗമോൾ ഉണ്ടാക്കിയതാ. ഇവളുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം. എന്റെ കാര്യത്തിലോ? ഇവളെന്ത് ശ്രദ്ധിക്കാനാ? നല്ലൊരു പയ്യനെ നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? വൃത്തിയുടെ ബന്ധുക്കളായി ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരാരെങ്കിലും നോക്കിയാ മതി. പക്ഷെ നിന്റെ മനസ്സിലത് ഉണ്ടാവണം. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് ചെന്നല്ലേ ഉള്ളൂ അപ്പച്ചി. ഇതുവരെ ഞാൻ ആകെ അവരുടെ ഒരു ബന്ധുവിനെ കണ്ടിട്ടുള്ളൂ. അന്ന് ആ കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കിയ കിളവനും കിളവിയോ. ഇനി അവർക്ക് മക്കളെങ്ങാനും ഉണ്ടെങ്കിൽ നോക്കാം. അയ്യോ വേണ്ട, അവരൊന്നും സഹിച്ചൊരു വീട്ടിൽ നിൽക്കാനേ എനിക്ക് പറ്റില്ല. അതിലും നല്ലത് കല്യാണമേ കഴിക്കാതെ ജീവിക്കുന്നതാ. ആ അയ്യടാ, അങ്ങനെ ഇപ്പൊ നീ മാത്രം സൂഹിക്കണ്ട. നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞങ്ങള് കണ്ടുപിടിച്ചോളാം, അല്ലേ അപ്പച്ചി? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ അങ്ങനെയൊക്കെ പറയും. നീ നല്ലത് നോക്കിയോ ഓഷി. വാ, രണ്ടുപേരും ഇനി കഴിച്ചിട്ട് മതി സംസാരമൊക്കെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വേഗം വന്നിക്കണേ രണ്ടുപേരും. വരാം. എന്താടി കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ഒരു മടി? എന്നോട് പറയാത്ത എന്തെങ്കിലും തരികിട നിനക്കുണ്ടോ? നിന്നെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഏയ്, ഒരു തരികിടയില്ല. ഞാനേ എക്സ്ട്രാ ഡീസന്റാ. നീ വാ. ഇതൊക്കെ പൃഥ്വിചേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. എനിക്ക് ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഒന്നോ രണ്ടോ കറികൾ തന്നെ ധാരാളം. അയ്യോ, അങ്ങനെ പറയല്ലേ. എല്ലാം കഴിക്കണം. അതെങ്ങനെ ഗിരിജെ? ഒരു മനുഷ്യന് പറ്റാവുന്നതല്ലേ കഴിക്കാൻ പറ്റൂ. അതെ, അത് സത്യ. മോൻ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ മതി. പൃഥ്വിക്ക് കറികളൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? അയ്യോ, അങ്ങനല്ല. സത്യം പറയാലോ, ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ ഇനി മുമ്പ് കഴിച്ചിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. എല്ലാം ഞാനും ഗിരിജയും കൂടി ഉണ്ടാക്കിയതാ. വെറുതെ നുണ പറയുന്നതാ മോനെ. ഈ ചോറും കറികളും മുഴുവൻ ദുർഗമോൾ ഉണ്ടാക്കിയതാ. ഈ ഇരിക്കുന്ന വെള്ളം വരെ ദുർഗമോള് തിളപ്പിച്ചതാ. മോൻ കഴിക്ക്. കഴിക്ക് വൃത്തിയേട്ടാ, നല്ല കറിയല്ലേ, ചിക്കൻ ഉണ്ടല്ലോ. ആ ശരി. വല്ലാത്തൊരവസ്ഥയാ ദുർഗയുടേത്. എന്തൊക്കെ ജോലികൾ അവർ ദുർഗയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നത്. ഇന്ന് തന്നെ ഒരു കല്യാണ സദ്യക്കുള്ള അത്രയും കറികളാ അവർ ദുർഗയെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. യാതൊരു മനസാക്ഷിയില്ലാത്ത വർഗങ്ങളാ ഈ വീട്ടിലെ പെണ്ണുങ്ങള്. അതെ, ദുർഗയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ദുർഗമോളെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ എന്തിനിങ്ങനെ അടിമയാറ്റി കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു രണ്ട് വർത്താനം പറയാൻ പാടില്ലേ? അതൊന്നും ദുർഗ ചെയ്യില്ല കുട്ടേട്ടാ. ഞാൻ പലതവണ ദുർഗയോട് പറഞ്ഞതാ ഇവര് പറയുന്നൊന്നും അനുസരിക്കാൻ നിൽക്കണ്ടെന്ന്. പക്ഷെ ദുർഗ കേൾക്കില്ല. ആരെ ഉപദ്രവിക്കണമെന്ന് അറിയാതെയാ യവളുമാരിങ്ങനെ തട്ടി കളിക്കുന്നത്. ദുർഗ ആരാണെന്നുള്ള സത്യം അറിഞ്ഞ യവളുമാർക്കൊന്ന് വിറയ്ക്കും. പക്ഷെ ഇതിനൊക്കെ ദുർഗ തന്നെ വിചാരിക്കണ്ടേ? ക്രിമിനൽസിനെ നിർത്തി വിറപ്പിക്കുന്ന ജേഡിയാണ് ഇവർക്ക് മുന്നിൽ സ്വയം വിറച്ചു നിൽക്കുന്നത്. അതൊക്കെ ദുർഗയുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ ഇവിടെ ഉള്ളവരതൊന്നും മനസ്സിലാക്കില്ല. കുടുംബത്തിന് ഇത്രയും സ്നേഹിക്കുന്ന ഏത് പെൺകുട്ടിയാ ഇക്കാലത്തുള്ളത്? എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടേട്ടാ? ദുർഗയ്ക്ക് മറ്റെന്തിനേക്കാളും വലുത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. കുടുംബത്തെ മറന്ന് ഒന്നും ചെയ്യില്ലെന്ന് ദുർഗ വാക്ക് കൊടുത്തു പോയില്ലേ? അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതുപോലെ മനസാക്ഷി ഇല്ലാത്തവരെടുത്താവരും. ദേ ഇങ്ങോട്ട് നോക്ക്. ചില സമയത്തെ എനിക്ക് ദേവേട്ടനോട് പോലും ദേഷ്യം തോന്നും. ദേവേട്ടന് രണ്ട് വഴക്ക് കൊടുത്ത് ഈ തല നിലയ്ക്ക് നിർത്താൻ പാടില്ലേ? അങ്കിളിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, ആ പാവം പെട്ടുപോയില്ലേ? അതെ, ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുർഗമോള് തന്നെ വിചാരിക്കണം. എന്നെങ്കിലും ദുർഗയുടെ മനസ്സ് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? അതെ,
ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വരണം. ഓക്കെ. വരാ അച്ഛാ. ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ പോയാ പോരായിരുന്നോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ ആന്റി. വേറൊരു ദിവസം വരാം. ഇന്ന് കുറച്ച് എമർജൻസി ഉണ്ട്. അഞ്ജു, നീ ഇടയ്ക്ക് അങ്ങോട്ട് വരണം. 2-3 ദിവസം എന്റെ കൂടെ നിക്കാൻ വേണം. വരാശി. പൃഥ്വി സ്ഥലത്തില്ലാത്തപ്പോഴൊക്കെ അഷിമോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതിന് ഞാനില്ലാത്തപ്പോ മാത്രമല്ല, അശിക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് അശിതയുടെ സ്വാതന്ത്ര്യത്തെയോ ആഗ്രഹങ്ങളെയോ അത് ബാധിക്കേണ്ടതില്ല. എനിക്ക് വേണ്ടത് വീട്ടിൽ തളച്ചിടാൻ ഒരു അടിമയല്ല, എന്റെ ഒപ്പം എല്ലാത്തിനും കൂട്ടായി നിൽക്കുന്ന ഒരു കമ്പാനിയനെയാണ്. സന്തോഷായി മോനെ. എന്നും നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോട്ടെ. അതെ. ഈശ്വരാ. ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. ഇറങ്ങാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. പോയിട്ട് വാ മക്കളെ. ടാറ്റാ ടാറ്റാ അശി. Okay. ഗുഡ് ബൈ ഗുഡ് ബൈ ടാറ്റാ. ആ, നിങ്ങൾ എത്തിയോ? ആ, നിങ്ങൾ ചെന്നപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലോ അല്ലേ? അതെ, അവര് ഞങ്ങള് ചെല്ലുന്നത് നോക്കി കാത്തു നിൽക്കുമായിരുന്നു. ആണോ? ആ പിന്നെ ചേച്ചി തന്നു വിട്ട ഗിഫ്റ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടായി. ആ, ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെ. ദുർഗയ്ക്ക് മേടിച്ച ഗിഫ്റ്റ് എടുക്കാൻ അഷിത മറന്നു അല്ലേ? അത് ഞാൻ നിങ്ങളുടെ ബെഡിലിരിക്കുന്ന കണ്ടു. ഞാൻ ദേ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതങ്ങ് മറന്നുപോയിട്ടോ. വീട്ടിൽ ചെന്ന് ഗിഫ്റ്റ്സ് എടുക്കാൻ നേരം ഇത് മാത്രം എവിടെ പോയി നോർത്ത് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി വണ്ടി കൊണ്ടുവയ്ക്കാൻ നേരത്ത് താഴെ പോയി കാണുന്ന ഞാൻ വിചാരിച്ചേ. അത് സാരമില്ല, ഞാൻ ധ്വനിയെ സ്കൂളിൽ വിടാൻ പോകുമ്പോ ദുർഗയ്ക്ക് കൊണ്ട് കൊടുക്കാം. അയ്യോ, അത് വേണ്ട ചേച്ചി, ഞാൻ തന്നെ കൊടുത്തോളാം. അല്ലെങ്കിൽ ദുർഗ എന്ത് വിചാരിക്കും? ഇടയ്ക്കെന്തായാലും ഞാൻ വീട്ടിൽ പോവല്ലോ, ഞാൻ അപ്പൊ കൊടുത്തോളാം. ഓക്കെ. നീ എന്താ പൃഥ്വിയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അഷിതയുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ സംസാരിക്കാലെന്ന് കരുതി ഞാൻ മിണ്ടാതെന്നാ. അശ്വതിയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊന്നല്ലല്ലോ. പിന്നെ ഇന്ന് വരുന്നതുകൊണ്ട് കുറെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാം നന്നായിരുന്നു. അതിന്റെ ഒരു ക്ഷീണം. ഒന്ന് കിടക്കണം ചേച്ചി. എന്നാ ചെല്ല്, പോയി റെസ്റ്റ് എടുക്കും.